കഞ്ചാവ് വലിക്കുന്നതൊക്കെ സാമാന്യ കാര്യമാണെന്നും എന്റെ മകൻ കഞ്ചാവ് വലിച്ചിട്ടില്ല, കഞ്ചാവ് വലിക്കുന്നവരുടെ കൂടെ ഇരുന്നാണെന്നൊന്നും പറഞ്ഞ് ഉളുപ്പില്ലാതെ ന്യായീകരിക്കാൻ ഞങ്ങൾ ആരും വരില്ല. ഇപ്പൊ സഞ്ജയ് പോലെ ഒരു SFIക്കാരനെ ന്യായീകരിക്കേണ്ട ഗതികേട് പോലീസ് പിടിക്കട്ടെ. സഞ്ജീവിന് അതിലൊരു ആരോപണം ഉന്നയിക്കാനുണ്ട്. എന്താണ് സഞ്ജീവ്? നിങ്ങൾ പറഞ്ഞത് വ്യക്തമാണ്. അല്ല, ഇതില് കൃത്യമായും അബിൻ വർക്കി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളുടെ ഈ നേതാക്കന്മാർക്ക് ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങ് പിടിച്ചോന്ന്. ഇപ്പൊ 2 കിലോവുമായി ബന്ധപ്പെട്ട് അത് പൂർണ്ണമായി ഓൺ ചെയ്തുകൊണ്ടാണ് അമീൻ വർക്കി ഇപ്പോ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞില്ല, ആദിൽ നിഷാൻ എന്ന് പറയുന്ന സഞ്ജീവ് ഇപ്പൊ ഉന്നയിച്ച ചോദ്യം ഞാൻ ചോദിച്ചു. ഏതെങ്കിലും ഒരു നിലപാട് വേണ്ടേ? ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം വീണ്ടും അതിനെ എക്സ്പ്ലെയിൻ ചെയ്തു. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ പറഞ്ഞു തീർക്കാൻ അനുവദിക്കുന്നേ. KSU ആർട്സ് ക്ലബ് ഞാൻ ചോദിക്കുന്നു, ഇവിടെ ആദിൽ നിഷാൻ എന്ന് പറയുന്ന KSUവിന്റെ നേതാവിനെ ഇവർ തള്ളുന്നുണ്ടോ? അതാണ് ചോദ്യം. അയാള് ആകാശ് നേതാവാണ്, അയാൾ KSUവിന്റെ പ്രവർത്തകനാണ് എന്ന് അതാണ് ചോദ്യം. ചോദ്യമാണ്. ഞാൻ പറയാം ഈ സംസ്ഥാനത്തെ KSUവുമായി ബന്ധമുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഡ്രഗ്സുമായി എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ അവരെയൊക്കെ പിടിക്കാനുള്ള പൂർണ്ണ അധികാരം പിണറായി പോലീസിന് ഫ്രീ ഹാൻഡ് കൊടുക്കുന്നു. ഞങ്ങൾ ഒരുത്തനെയും സംരക്ഷിക്കാൻ വരില്ല, ഞങ്ങൾക്ക് ഒരുത്തന്റെയും വക്കാലത്തില്ല, ഞങ്ങൾ ഒരുത്തന്റെയും ജാഗ്രത കുറവ് പരിശോധിക്കാൻ പോകുന്നില്ല. അവനൊന്നും KSUവുമായി മേലാൽ കുലബന്ധം ഉണ്ടാകില്ല. ഇതുപോലെ ചൊണയുണ്ടോ സഞ്ജീവ പറയാൻ? ആ അഭിരാജ് എന്ന് പറഞ്ഞവൻ നിങ്ങളുടെ ജനറൽ സെക്രട്ടറി അവന്റെ മുറി കൊണ്ടുവന്ന് കഞ്ചാവ് വിൽപ്പന നടത്തി ഉപയോഗിക്കാൻ പറ്റിട്ട് അവന്റെ ജാഗ്രത കുറവുണ്ടാക്കുമെന്ന് നിങ്ങളെ പോലെ ഉളുപ്പില്ലായ്മയാണോ ഞാൻ പറഞ്ഞത്? ധൈര്യം ഉണ്ടെങ്കിൽ പറ, ആ അഭിരാജിനെ പുറത്താക്ക്. പ്രസ്താവന ഞാൻ നേരത്തെ തൃശ്ശൂരിൽ പറഞ്ഞിട്ടാണ് ഈ യോഗത്തിൽ വരുന്നത്. ഞാൻ എന്റെ പ്രസ്താവന അറിയിച്ചിട്ടാണ് വരുന്നത്. ആവശ്യമെങ്കിൽ നടപടിയെടുത്ത് പുറത്താക്കുമെന്ന് പറയുന്നത്. ആ നിങ്ങളെടുത്ത് വേണ്ട കേട്ടോ. നിങ്ങൾ അംഗീകരിച്ചു അബിൻ വർക്കി, നിങ്ങൾ അംഗീകരിച്ചു. അതുകൊണ്ട് എടുക്കേണ്ട നിലപാട് കേരളത്തിലെ പോലീസ് അവന്റെ ജാഗ്രത കുറവോ? ഒരു മിനിറ്റ്. അബിൻ വർക്കി പറയുന്നത് ഈ പറയുന്ന 2 കിലോ കഞ്ചാവ് പിടികൂടിയ ആകാശിന് KSUവുമായി ഒരു ബന്ധവുമില്ല. അങ്ങനെ ബന്ധമുണ്ട് എന്ന് സർക്കാരിനോ പോലീസിനോ തെളിയിക്കാൻ കഴിയുകയാണ് എങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്തോളൂ, ഞങ്ങൾ ന്യായീകരിക്കാൻ വരില്ല. ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന ആരും ഈ പാർട്ടിയിലോ പ്രസ്ഥാനത്തിലോ ഉണ്ടാകില്ല. ഈ 3 കാര്യങ്ങളാണ് അഡ്വക്കേറ്റ് അബിൻ വർക്കി പറയുന്നത്. തിരിച്ചു ചോദിക്കുന്നത്, അഭിരാജിനെ പോലീസ് എന്തായാലും ഈ കേസിൽ കസ്റ്റഡിയിലെടുത്തല്ലോ. 1 കിലോയ്ക്ക് താഴെ ആയതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നല്ലേ ഉള്ളൂ. നേരത്തെ ഞാൻ വായിച്ചു കേൾപ്പിച്ചത് ഈ അഭിരാജിനെയും പറയട്ടെ അഭിനെ, ഞാൻ അതല്ലേ ചോദിക്കുന്നത്. ശരി, അപ്പോ അതേ FIR കേരള പോലീസ് തന്നെയാണല്ലോ. നിങ്ങൾ തമ്മിൽ ഇത്രയും നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഞാൻ ഇടപെട്ടത് ഞാൻ മിണ്ടിയോ? അപ്പൊ ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. നിങ്ങൾ തമ്മിൽ ഇത്രയും നേരം ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്? അതിനിടയ്ക്കല്ലേ ഞാൻ ഇടപെട്ടത്? അപ്പൊ ഈ പറയുന്ന 9 ഗ്രാം ആയതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു, ഉപയോഗിക്കാനും വിൽപ്പന നടത്താനും എന്ന് ആകാശിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതിയതുപോലെ തന്നെയാണ് FIRലും പോലീസ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലീസിൽ വിശ്വാസമുണ്ട്, ഈ പറഞ്ഞ പോലീസിൽ വിശ്വാസമുണ്ട് എങ്കിൽ അഭിരാജിനെ പറഞ്ഞുവിടണ്ടേ, പാർട്ടിയിൽ നിന്ന് പുറത്താക്കണ്ടേ എന്നാണ് അബിൻ ചോദിക്കുന്നത്. ഞാൻ നേരത്തെ തൃശ്ശൂരിൽ മാധ്യമങ്ങളെ കണ്ട് വിശദീകരിച്ചല്ലോ. എന്ത്? അതിൽ പൂർണ്ണമായിട്ടും അയാളുടെ നിലപാട് നേരത്തെ മാധ്യമങ്ങളുടെ മുന്നോടിയായി പറഞ്ഞു. അയാൾക്ക് ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു മാധ്യമങ്ങൾ നടപടി എടുക്കുമോ? തീർച്ചയായും ആ നടപടി മുന്നോട്ട് പോകുന്ന സംശയം ഇതിലൊക്കെ ഞങ്ങൾ ആരെയും സംരക്ഷിക്കേണ്ടത് നടപടിക്രമമായിട്ട് മുന്നോട്ട് പോകുന്നതല്ലേ പറഞ്ഞത്? ഞാൻ നടപടി എടുക്കുന്നതല്ലേ പറഞ്ഞത്? എന്താ നിങ്ങൾ എന്താ പറയുന്നത്? പിന്നെ അല്ല, ഞങ്ങൾ കഞ്ചാവ് വിൽപ്പന നടക്കുന്നതുമായി ബന്ധപ്പെട്ടതല്ല, കഞ്ചാവ് വിൽപ്പനയുമായി ബന്ധപ്പെട്ടതല്ല പറയുന്നത്. ഏകപക്ഷീയമായിട്ട്
അല്ലല്ല സഞ്ജീവ് ജാഗ്രത കുറവ് സംഭവിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടാണ് അബിൻ അത് പറഞ്ഞത്. അല്ലല്ല ഇതിനകത്ത് എഫ്ഐആറിൽ എഴുതി വെച്ചിരിക്കുന്നത് പ്രതികൾ ഉപയോഗത്തിന് വിൽപ്പനയ്ക്കുമായി എന്നാണ്. അപ്പൊ എങ്ങനെയാണ് സഞ്ജീവ് അത് വിൽപ്പനയ്ക്കല്ല എന്ന് ന്യായീകരിക്കുന്നത്? അല്ല, ഞാൻ വിൽപ്പനയുടെ കാര്യവും മറ്റു ഞാൻ പോയിട്ടില്ല. ഞാൻ ഇപ്പോഴും ആവർത്തിച്ചു പറയുന്നു, നേരത്തെ ഞങ്ങൾ ആലോചിച്ചോളാം. നിങ്ങൾ വെറുതെ ആവശ്യത്തിന് ഞങ്ങൾ നടത്തിക്കോളാം മാർച്ച്. നിങ്ങൾ തീരുമാനിക്കണം. SFI ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു. മാധു ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. നേരത്തെ പറഞ്ഞു ഞങ്ങൾ നടപടിയുമായി മുന്നോട്ട്. ഞാൻ മറുപടി പറയാൻ വിടുന്നേ, ഇദ്ദേഹം മറുപടി ഇവിടെ പോലും പറയാൻ വിടുന്നില്ല. പിന്നെ അങ്ങനെ ഞങ്ങൾ ഈ ഡിബേറ്റ് മുന്നോട്ട് കൊണ്ടുപോകും. ഒരു മറുപടി പറയാൻ വിടണ്ടേ? ഇങ്ങനെയാണോ ഒരു ചർച്ചയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഞാൻ ആവർത്തിച്ച് പറയുന്നു, നടപടിയെടുത്ത് മുന്നോട്ട് പോകേണ്ട കാര്യമാണ്. ഞങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞല്ലോ. അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അതല്ലേ ജാഗ്രത കുറവെന്ന് പറഞ്ഞാൽ. അതിൽ എന്താ വേറെ വാക്കിൽ എന്താ പ്രശ്നമുണ്ടോ? എന്താ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയാണോ കാര്യങ്ങളെ? അതിൽ ജാഗ്രത കുറവാണോ? വിൽപ്പനയ്ക്ക് വെച്ചവന് ജാഗ്രത കുറവാണോ? വിൽപ്പനയ്ക്ക് വെച്ചവൻ ജാഗ്രത കുറവോ? എന്താ അവൻ പിടിക്കാതിരിക്കാനുള്ള ജാഗ്രത കുറവാണോ ഉണ്ടായത്? പോലീസ് പിടിക്കാതിരിക്കാനുള്ള ജാഗ്രത കുറവാണോ ഉണ്ടായത്? വിൽപ്പനയ്ക്ക് വെച്ചവൻ ജാഗ്രത കുറവോ? വിൽപ്പനയ്ക്ക് വെച്ചവൻ വിൽപ്പനക്കാരനാണ്, അവൻ രാജ്യദ്രോഹിയാണ്, അവൻ ജാഗ്രത കുറവാണെന്നാണോ പറയുന്നത്? അവൻ കഞ്ചാവ് കടത്തുകാരനാണ്, കഞ്ചാവ് വിൽപ്പനക്കാരനാണ്, അവൻ അങ്ങനെ പറയണം. അല്ല, ജാഗ്രത കുറവല്ല. SFIക്ക് ജാഗ്രത കുറവോ? സഞ്ജീവ്, അവൻ കഞ്ചാവ് വിൽപ്പനക്കാരനാണ്. അബിൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. സഞ്ജീവ് പറയട്ടെ. ഇനി കുറെ ശബ്ദമുണ്ടാക്കി ഈ ഷൗട്ടിംഗ് ആയിട്ട് കുറെ കാര്യങ്ങൾ സംസാരിച്ചാൽ അത് ശരിയാകുമെന്നുള്ള നിലയിലേക്കല്ല. ഞാൻ ഇവിടെ കൃത്യമായി എൻ്റെ സംഘടനയുടെ നിലപാട് പറയാനാണ് വന്നത്. നേരത്തെ ഇവിടെ ഇന്ന് ഉച്ചയ്ക്ക് സംഭവിച്ചിട്ടുള്ളത് പോലെ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ലഹരി വേട്ടയ്ക്ക് കൃത്യമായി നടന്നിട്ടുള്ള അതിൻ്റെ ഭാഗമായി ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടായി. ഞങ്ങൾ അതിൽ കൃത്യമായി നിലപാട് പറഞ്ഞു. ആ ബന്ധപ്പെട്ട ആൾക്കെതിരെ ഞങ്ങൾ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, തൃശ്ശൂർ വെച്ച് ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞാണല്ലോ. ഇതേ തൃശ്ശൂർ നഗരത്തിൽ ഞാൻ ഇരിക്കുകയല്ലേ. അപ്പോൾ ഇതിനെയൊക്കെ ഇവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് ഈ വിഷയത്തിൽ എന്തൊക്കെയാണെന്ന് അറിയാം. എന്നിട്ട് KSU ആണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഈ നിമിഷം വരെയായി വ്യക്തത പറയാതെ KSU ആണ് എന്ന് 100% ഉറപ്പുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ട് അബിൻ വർക്കി ഇവിടെ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിനെ ഓൺ ചെയ്യുകയല്ലേ ചെയ്തിരുന്നത്. എന്നിട്ട് ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നു. കേരളത്തിലെമ്പാടും ഇന്ന് രാവിലെ തൊട്ട് പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഈ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാവിലെ SFIക്കെതിരെ സ്റ്റേറ്റ്മെന്റ് നടത്തി. ഉച്ചയ്ക്ക് ശേഷം നേരെ അയാൾ U-turn നടത്തി. എന്താ U-turnന്റെ കാരണം? KSUവിന്റെ നേതാവ് പിടിക്കപ്പെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് പിന്നെ അലോഷ്യസ് സേവർ പറഞ്ഞില്ലേ, ഇതിൽ രാഷ്ട്രീയമില്ല. ആ രാഷ്ട്രീയമില്ലാത്ത നിലപാടിൽ ഞങ്ങൾക്ക് ഒരു കക്ഷി രാഷ്ട്രീയവും ഇല്ല. SFIയോ KSU ആരും ആവട്ടെ, അയാൾ അറസ്റ്റ് ചെയ്യപ്പെടണം. ആ നിലപാടിനോടൊപ്പം എന്താ പറയാനുള്ളത്? കാരണം എന്താ? പിടിക്കപ്പെട്ടത് KSU ഉൾപ്പെടെയുള്ള നേതാവ് പറയുന്നത്. പിന്നെ അബിൻ പ്രതിഷേധം ഉയർത്തിയതും ആവർത്തിച്ച് ചോദിച്ചതുമായ ഒരു കാര്യം എന്ന് പറയുന്നത് കഞ്ചാവ് വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും ഹോസ്റ്റലിൽ സൂക്ഷിക്കുന്നത് ജാഗ്രത കുറവാണോ എന്നുള്ളതാണ്. തോന്നിയവാസം എന്ന് പറയാനുള്ള ആർജവം നമുക്കൊക്കെ വേണ്ടേ എന്നുള്ളതല്ലേ? രാജ്യദ്രോഹി തെറ്റൽ, ജാഗ്രത കുറവും തെറ്റും. ആകാശ് ആദിൽ നിഷാൻ ഇവരൊക്കെ ഉണ്ട്. ആകാശ് ആദിൽ നിഷാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ അതിന്റെ ഭാഗമാണ്. അവരൊക്കെ ഇതാണ് ആളുകളൊക്കെ അതിന്റെ ഭാഗമാണ്. അറസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് പറയും? അറസ്റ്റ് ചെയ്യും, ജയിലിലടക്കും എന്ന് പറയും. ആർക്ക് ചെയ്തെന്നോ? നിങ്ങളുടെ നേതാവ് ഞാൻ ഇപ്പോഴും പറയുന്നു, കണക്കിന് കഞ്ചാവ് സൂക്ഷിച്ചവരെ ഉപയോഗത്തിന് മാത്രമുള്ള കഞ്ചാവാക്കി കുറച്ച് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് തൊട്ട് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുത്ത് പുറത്താക്കുമെന്നുള്ളതാണ് SFIയുടെ അവകാശം. മറ്റതിഥികൾ കൂടിയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. മറ്റതിഥികളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം.